എല്ലാ വിദ്യാർത്ഥികൾക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അവസാനത്തെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അതാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കാര്യം. കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് കിടക്കാം. നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടേമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളെല്ലാം അതിൻ്റെ ഒരു വിക്ടിംസ് കൂടിയാണ്, ഇരകൾ കൂടിയാണ്. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് നോക്കി പോകാം. ഇത് കുറച്ച് ജനറൽ ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ വൈഡായിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന പാഠത്തിനകത്ത്. അപ്പോൾ അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈച്ച് ക്ലൈമറ്റ് സോൺ ഹാസ് എ യൂണീക്ക് ക്ലൈമറ്റ്, ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ഹ്യൂമൻ ലിവിങ് കണ്ടീഷൻസ്. നമ്മൾ ഓരോ ക്ലൈമാറ്റിക് സോൺസുകൾ കാണുമ്പോഴും അവിടെ ഓരോ ക്ലൈമറ്റ് സോൺസിനും യുണീക്കായിട്ടുള്ള ക്ലൈമറ്റാണ്, വളരെ അതിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ക്ലൈമറ്റാണെന്നും അതിന് മാത്രമായിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണകളാണെന്നും അതിനനുസരിച്ചിട്ടുള്ള ഹ്യൂമൻ ലൈഫ് കണ്ടീഷൻസ് ആണ്, മനുഷ്യന്മാർ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. Studies indicate that uncontrolled exploitation of resources and unscientific developmental activities affect the യുണീക്ക് ക്ലൈമാറ്റിക് കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് റീജിയൻ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഓരോ ക്ലൈമാറ്റിക് റീജിയനിലും പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണ്. അതായത് അവിടെയുള്ള റിസോഴ്സുകളിൽ, അതായത് അവിടെയുള്ള വാട്ടർ റിസോഴ്സുകളായിരിക്കാം, അവിടുത്തെ സോയിലായിരിക്കാം, അവിടുത്തെ വെജിറ്റേഷൻസ് ആയിരിക്കാം, അങ്ങനെ നേച്ചറിലുള്ള എല്ലാ സോഴ്സുകളിലും എല്ലാ റിസോഴ്സുകളിലും വളരെ നിയന്ത്രിക്കപ്പെടാത്ത, അതായത് അനിയന്ത്രിതമായിട്ട് കൺട്രോൾ ഇല്ലാതെ മനുഷ്യരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മിനറൽസ് ഒക്കെ ആണെങ്കിലും അത് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓഷ്യൻ സർഫേസിലേക്കൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ മാക്സിമം പ്ലാസ്റ്റിക് ഒഴുക്കി വിടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസൊക്കെ നമ്മൾ മാക്സിമം കത്തിക്കുന്നു. അപ്പോൾ ഇതിനൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമുക്കുള്ളത്. അപ്പം പിന്നെ അത് മാത്രമല്ല അൺസയൻറ്റിഫിക് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതിക്ക് എന്ത് ബാധിക്കും എന്നുള്ളതൊന്നുമല്ല, നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഒരു ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ശരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ആ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഡെവലപ്മെൻറ്റ് ഇവിടെ, അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നാഷണൽ ഹൈവേ നമുക്ക് എടുക്കാം. നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുന്നുകളും മറ്റു കാര്യങ്ങളും ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെട്രോ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക കോറികളിൽ ഒരുപാട് പല പല സ്ഥലങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി പല സ്ഥലത്തു നിന്ന് നമ്മൾ മണ്ണുകൾ കൊണ്ടുവന്ന് അങ്ങനെ വളരെ ഡ്രില്ല് ചെയ്ത് അങ്ങനെ അവിടുത്തെ ഒരു ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ചിന്തയും ഇല്ലാതെ അൺസയൻറ്റിഫിക് ആയിട്ടാണ് നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമല്ലാതെ വേറെ വഴിയുമില്ല. പക്ഷേ എന്നാൽ ഇതൊരു നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും ഓവറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെന്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഓരോ ക്ലൈമാറ്റിക് റീജൻസിലെയും യുണീക്ക് ആയിട്ടുള്ള ഓരോന്നിനും ഓരോ യുണീക്ക് സവിശേഷതകൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അതിനൊക്കെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. UN ഡിഫൈൻസ്, ഇവിടെ നിന്നാണ് നമുക്ക് നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. UN ഡിഫൈൻസ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് എ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ വെതർ പാറ്റേൺസ് ആൻഡ് ടെമ്പറേച്ചേഴ്സ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി ഓർ നാച്ചുറൽ വേരിയബിലിറ്റി. അതായത് ഐക്യരാഷ്ട്രസഭ, അതായത് UN, യുണൈറ്റഡ് നേഷൻസ്, എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്, എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഡെഫിനിഷൻ എന്താണ് UN കൊടുക്കുന്ന ഡെഫിനിഷൻ? അത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ഷിഫ്റ്റ് ഇൻ വെതർ പാറ്റേൺസ് ആൻഡ് ടെമ്പറേച്ചേഴ്സാണ്. അതായത് ഒരു ദീർഘകാലത്തേക്ക്, ഒരുപാട് വർഷക്കാലത്തേക്ക്, ഒരു 1-2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ചില മാസങ്ങളിലേക്കോ ആഴ്ചകളിലേക്കോ അല്ല, കുറേ അധികം വർഷങ്ങളിലേക്ക്, ഒരു 35 മുതൽ 40 വർഷം വരെയെങ്കിലും, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു 100 ഇയേഴ്സിനപ്പുറത്തേക്ക് വരെ, അതായത് ഒരു ലോങ് ടേമിലേക്ക് നമ്മുടെ വെതർ ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ ഓരോ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വെതർ പാറ്റേണിലൊക്കെ ഒരു ഷിഫ്റ്റ് വരിക, ഒരു മാറ്റം വരികയാണ് ഒരു ലോങ് ടേമിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചറിൽ എടുത്തു പറയുന്നുണ്ട്, ചൂടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു മാറ്റം വരികയാണ്, ഇപ്പോൾ അനുഭവിക്കുന്ന ചൂടിനേക്കാളും കൂടുതലാവുക. ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. അത് ഒന്നുകിൽ മനുഷ്യൻ്റെ ആക്ടിവിറ്റികൾ മൂലം കൊണ്ടാവാം, അല്ലെങ്കിൽ നാച്ചുറൽ വേരിയബിലിറ്റി, മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലമോ അല്ലെങ്കിൽ നേച്ചറിൽ തന്നെ സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടോ
ഒരു ലോങ് ടേമിലേക്ക് നമ്മുടെ വെതർ പാറ്റേൺസും നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഷിഫ്റ്റ് ചെയ്യുക, മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് ആര് ഡിഫൈൻ ചെയ്യുന്നു? UN ഡിഫൈൻ ചെയ്യുന്നു. ദ ടൈം സ്കെയിൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് മേ റേഞ്ച് ഫ്രം എ ഫ്യൂ ഇയേഴ്സ് ടു മില്യൺ ഓഫ് ഇയേഴ്സ്. അത് കുറച്ച് വർഷങ്ങൾ തൊട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 35 to 40 ഇയേഴ്സാണ് നമ്മളൊരു ക്ലൈമറ്റിനെ, ലാസ്റ്റ് നമ്മൾ ഒരു 35-40 ഇയേഴ്സായിട്ട് ഏത് വെതറാണ് ഓരോ പർട്ടിക്കുലർ മന്തിലും വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ ക്ലൈമറ്റിനെ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒരു 35 to 40 വർഷം ഏതാണോ ചില മാസങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ന മാസങ്ങളിൽ ഏതാണോ വെതർ വരുന്നത് അതിനനുസരിച്ചാണ് ആ മാസങ്ങളിലെ ക്ലൈമറ്റ് നമ്മൾ പറയാറുള്ളത്. അത് 1-2 കൊല്ലങ്ങളിൽ വേരി ചെയ്യുന്നതല്ല, ഇത്രയും ഒരു ലോങ് ടൈമിലേക്ക് വരണം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഫ്യൂ ഇയേഴ്സ് മുതൽ ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് വരെ, ഒരു 10 ലക്ഷം വർഷങ്ങൾ വരെ എന്ത് ചെയ്യണം? ഈ പറയുന്ന എന്ത് നീണ്ടു നിൽക്കാമെന്നാണ് പറയുന്നത്, ഈ ക്ലൈമറ്റിലുള്ള ചേഞ്ച് നീണ്ടു നിൽക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ടൈം സ്കെയിൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ഏത് മുതൽ ഏത് വരെ ആകാം? ഒരു കുറച്ച് വർഷങ്ങൾ തൊട്ടിട്ട് ഒരു മില്യൺ ഓഫ് ഇയേഴ്സ് വരെ നമുക്ക് ആ മാറ്റം വരാം. അപ്പോൾ ഇതെന്താ സംഭവിക്കുക? ഇറ്റ് അഫക്ട്സ് എക്കോസിസ്റ്റം സിവിയർലി. ഇങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ എക്കോസിസ്റ്റംസിനെ വളരെ സിവിയറായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്ക് ഓരോ എക്കോസിസ്റ്റങ്ങൾ നമുക്കുണ്ട്. ആ എക്കോസിസ്റ്റംസിനെ വളരെ കാര്യമായിട്ട് അതെന്ത് ചെയ്യാണ്? സിവിയർലി അത് അഫക്റ്റ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 2 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 2.13 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഹിമാലയം എവറസ്റ്റ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഹിമാലയത്തിൻ്റെ പാർട്ട് തന്നെയാണ് എവറസ്റ്റ്. പിന്നെ ഒന്ന് കടലിനടിയിൽ ആളുകൾ ഒരു എന്താ പറയുക, കണ്ടില്ലേ, കടലിനടിയിൽ പോയിട്ട് നമ്മളെ ആ പ്രത്യേക തരം ഇതൊക്കെ ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നോക്കാം ഇതെന്താണ് സംഭവം നോക്കാം. പിക്ചർ ഓഫ് 2 ഡിഫറെൻ്റ്ലി ഹെൽഡ് ക്യാബിനറ്റ് മീറ്റിംഗ്സ് ആർ ഗിവൺ ഫിഗർ 2.13. 2 മന്ത്രിസഭാ യോഗങ്ങളാണ്. ക്യാബിനറ്റ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മന്ത്രിസഭാ യോഗങ്ങൾ, മിനിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ആണ്. അത് എവിടെയാണ്? വളരെ ഡിഫറെൻ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ മിനിസ്റ്റേഴ്സ് എവിടെയാണ് അവരുടെ ക്യാബിനറ്റ് കൂടാറുള്ളത്, മന്ത്രിസഭ കൂടാറുള്ളത്? അതൊന്നെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിലായിരിക്കാം, അല്ലേ? പാർലമെൻറ്റിലാണ് കൂടാറുള്ളത്. രാജ്യസഭയിലോ ലോക്സഭയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് മീറ്റിംഗ് കൂടാറുള്ളത്. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായിട്ട് കുറച്ച് മന്ത്രിമാർ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്യാബിനറ്റ് കൂടിയിരിക്കുന്നത് എവറസ്റ്റിൻ്റെ മുന്നിൽ. കുറച്ച് മിനിസ്റ്റേഴ്സ് എവിടെയാണ് കൂടിയിട്ടുള്ളത്? അവർ വെള്ളത്തിനടിയിൽ, കടലിനടിയിലാണ്. നോക്കൂ, അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് പിക്ചർ ഷോസ് എ ക്യാബിനറ്റ് മീറ്റിംഗ് ഹെൽഡ് അറ്റ് മൗണ്ട് എവറസ്റ്റ് ബൈ നേപ്പാൾ. എ കൺട്രി ബിലോങ്സ് ടു ദ ഹിമാലയാസ് വിച്ച് ഇസ് ദ ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ വേൾഡ്. ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് നേപ്പാളിൻ്റെ ക്യാബിനറ്റാണ്. നേപ്പാൾ അവരെവിടെയാണ് കൂടിയിട്ടുള്ളത്? ഈ നേപ്പാളിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവിടെയാണ് കൂടിയിട്ടുള്ളത്? മൗണ്ട് എവറസ്റ്റ് അല്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്, ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൺട്രി ബിലോങ്സ് ടു ദ ഹിമാലയാസ് വിച്ച് ഇസ് ദ ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് കാണപ്പെടുന്ന മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം തന്നെയാണ് മൗണ്ട് എവറസ്റ്റ്. അതായത് ഹിമാലയത്തിൻ്റെ നേപ്പാൾ ഭാഗത്താണ് ഈ എവറസ്റ്റ് ഉള്ളത്. ഈ രാജ്യം, നേപ്പാൾ എന്ന് പറയുന്ന ഈ രാജ്യം, മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടുന്ന ഈ രാജ്യം, അവരുടെ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ എവറസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. എന്തിനാണ് അവരത് ചെയ്തത് എന്ന് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? ദ സെക്കൻഡ് പിക്ചർ ഈസ് ഓഫ് എ ക്യാബിനറ്റ് മീറ്റിംഗ് ഹെൽഡ് അണ്ടർ വാട്ടർ by Maldives, an island nation with an average elevation of just 1.5 meters above the mean sea level. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മാൽദീവ്സിൻ്റെ ക്യാബിനറ്റാണ്. മാൽദീവ്സ് അറിയാം നിങ്ങൾക്ക്, അല്ലേ? ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരു ഐലൻഡ്, ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഏതെന്ന് പറയുന്നത് മാൽദീവ്, അല്ലേ? മാൽദീപിൽ ഒരുപാട് ആളുകൾ ടൂറായിട്ടൊക്കെ, വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകാറുണ്ട്. അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അടുത്ത ഈ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയിട്ടുള്ള അടുത്തൊരു രാജ്യം. അവരെവിടെയാണ്? അണ്ടർ വാട്ടർ, വെള്ളത്തിനടിയിലാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ മാൽദീവ്സ് ആൻ ഐലൻഡ് നേഷൻ വിത്ത് ആൻ ആവറേജ് എലിവേഷൻ ഓഫ് ജസ്റ്റ് 1.5 meters above the mean sea level. കടലിൽ നിന്ന് ജസ്റ്റ് ഒരു 1.5 മീറ്റർ ഉയരത്തിൽ മാത്രമാണ് ഈ പറയുന്ന ഈ ഐലൻഡ് ഉള്ളത്, മാൽദീവ്സ് ഉള്ളത്. അതായത് സീ ലെവലിൽ നിന്ന് വെറും 1.5 മീറ്റർ ഉയരത്തിൽ.
ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നേപ്പാൾ ഇതിൻ്റെ എവറസ്റ്റിന് മുന്നിലും മാൽദീവ്സ് ഈ പറയുന്ന വെള്ളത്തിനടിയിലും പോയിട്ട് മീറ്റിങ്ങുകൾ, മന്ത്രിസഭാ യോഗങ്ങൾ കൂടിയത്? അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ദീസ് ക്യാബിനറ്റ് മീറ്റിംഗ്സ് were organized in a different manner to draw attention of the world nations to the problems of climate change. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലൈമറ്റ് ചേഞ്ചിൻ ലോകത്ത് ക്ലൈമറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് മറ്റ് രാജ്യങ്ങളെ കൂടി, മറ്റ് നേഷൻസിനെ കൂടി, വേൾഡ് നേഷൻസിനെ കൂടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്ക് അറ്റൻഷൻ, ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഡിഫറെൻറ്റ് മാനറിൽ, വ്യത്യസ്തമായ ഈ രീതിയിൽ ഈ മീറ്റിങ്ങുകൾ കൂടിയിട്ടുള്ളത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രോബ്ലംസ്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് മാനറിൽ ഇവരിത് ചേരുകയാണ്. കാര്യം ഇങ്ങനെ ചിത്രങ്ങളെടുക്കും, നമ്മളെപ്പോലുള്ള ആളുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവരുടെ മീറ്റിങ്ങുകൾ ഇവിടെ ഇങ്ങനെ ചേർന്നതിന് നമ്മൾ പഠിക്കാനുള്ള കാരണം എന്താ? അത് ലോക ശ്രദ്ധ ആകർഷിച്ചു, പത്രങ്ങളിൽ വരും, ചാനലുകളിൽ വരും അല്ലേ, ചിത്രങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. അപ്പം ലോകം മൊത്തം ഇതിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരും. ആ ഒരു ഐഡിയ ആണ് ഇവർ ഇങ്ങനെ ചേരാൻ വേണ്ടിയിട്ട് കാരണമായത്. ഇനി അവരെ കൊണ്ട് അത് അങ്ങനെ ചെയ്യിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ഈ പറയുന്ന അവരെന്താണ് ബാധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ മൗണ്ടൻ കൺട്രി ഓഫ് നേപ്പാൾ ആൻഡ് ദ ഐലൻഡ് നേഷൻ ഓഫ് മാൽദീവ്സ് ആർ എമംഗ് ദ കൺട്രീസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ദ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്, ലോകത്ത് മൊത്തത്തിലുണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ഒരു മൗണ്ടൻ കൺട്രി ആയിട്ടുള്ള, ഒരു പർവ്വത രാജ്യമായിട്ടുള്ള നേപ്പാളും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐലൻഡ് നേഷനായിട്ടുള്ള മാൽദീവ്സും മൗണ്ടൻ കൺട്രി ആയിട്ടുള്ള നേപ്പാളുമാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ബുദ്ധിമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ഹിമാലയൻ ഗ്ലേസിയേഴ്സ് ആർ മെൽറ്റിംഗ് അറ്റ് റേറ്റ് ഓഫ് 12 to 20 meters per year ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഹിമാലയത്തിലെ ഗ്ലേസിയേഴ്സിൽ നിന്ന്, അതായത് ഹിമാലയത്തിലെ വലിയ മഞ്ഞ് പാളികൾ അല്ലെങ്കിൽ മഞ്ഞ് പർവ്വതങ്ങളിൽ നിന്ന് ഓരോ കൊല്ലവും 12 മുതൽ 20 മീറ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിവിടെ എവറസ്റ്റിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഐസ് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഐസ് ഉരുകി, അതായത് ഹിമാലയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെൽറ്റ് ചെയ്ത് ഐസ് മെൽറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐസ് എല്ലാം വെള്ളമാകും. ഈ വെള്ളം എങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടായിരിക്കുക? നമ്മുടെ ഓഷ്യനിലോട്ടേക്കാണ് പോകുന്നുണ്ടായിരിക്കുക. ഇനി അടുത്തത് നോക്കൂ. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദ ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ ഈസ് കോസിങ് റാപ്പിഡ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ് ആൻഡ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ എക്കോസിസ്റ്റം. അപ്പോൾ ഈ ഹൈറ്റിനനുസരിച്ചിട്ട്, ഈ മൗണ്ടെയ്ൻസിൻ്റെ, ഹിമാലയത്തിൻ്റെ ഒക്കെ ഹൈറ്റ് അനുസരിച്ചിട്ട് അവിടുത്തെ ആ ഐസ് കാരണം അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്ന അതിൻ്റേതായിട്ടുള്ള പല എക്കോസിസ്റ്റങ്ങളുണ്ടായിരിക്കും. ആ മഞ്ഞിൽ, ആ ഹൈറ്റിൽ ജീവിക്കുന്ന പല ജീവികളുണ്ടായിരിക്കാം, പല വെജിറ്റേഷൻസുകളുണ്ടായിരിക്കാം. പക്ഷേ ഈ ഗ്ലേസിയേഴ്സ് ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ, റാപ്പിഡായിട്ട് ഉരുകിക്കൊണ്ടിരിക്കുക. കാര്യം എന്താ? ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടി, നമ്മുടെ ഭൂമിയിലെ ചൂട് കൂടുന്നത് കൊണ്ട് ഈ ഐസ് അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സ് വളരെ പെട്ടെന്ന് ഇത് ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഈ ഭാഗങ്ങളിലുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഒക്കെ വലിയ രീതിയിൽ ബാധിക്കും. അൺഡിസൈറബിൾ ചേഞ്ചസുകൾ വരും. നമുക്കൊട്ടും നമുക്കൊട്ടും സുഖകരമല്ലാത്ത അവസ്ഥയിലേക്ക് അത് നമ്മളെ നയിക്കും. ഇനി രണ്ടാമത്തെ രാജ്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് മാൽദീവ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇഫ് ദ സീ ലെവൽ റൈസസ് ബൈ 2.5 meters ദ മാൽദീവ്സ് വിൽ ബി കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ഇൻ ദ സീ. അതായത് ഇപ്പോഴുള്ള കടലിലെ വെള്ളം അല്ലെങ്കിൽ ഓഷ്യനിലെ വെള്ളം എന്ന് പറയുന്നത് ഒരു 2.5 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ, 2.5 മീറ്റർ ഉയരത്തിലേക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മാൽദീവ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കടലിൻ്റെ അടിയിലേക്ക് സബ്മർജ്ഡ് ആയി പോകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ളതിന് ഇഫ് ദ സീ ലെവൽ റൈസസ് ബൈ 2.5 meters, വെറും 2.5 മീറ്റർ കൂടിയാൽ തന്നെ മാൽദീവ്സ്, ഇപ്പോൾ 1.5 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മാൽദീവ്സ് പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായിരിക്കും. പിന്നെ മാൽദീവ്സ് എന്ന് പറയുന്ന ഒരു ദ്വീപേ ഇല്ല, ഒരു രാജ്യമേ ഇല്ല. ഓക്കെ, ഗ്ലോബൽ സീ ലെവൽ ഈസ് എസ്റ്റിമേറ്റഡ് ടു റൈസ് ബൈ 0.42 centimeter per year ആസ് എ റിസൾട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഓരോ കൊല്ലവും നമ്മുടെ സീ ലെവലിലെ വാട്ടർ 0.42 centimeter വെച്ചിട്ട് കൂടുന്നുണ്ട്. അങ്ങനെ കൂടി ഇതൊരു 2.5 മീറ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാൽദീവ്സ് ഇല്ല എന്നാണ് പറയുന്നത്.
ഇത് മാൽദീവ്സിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. സീ ലെവൽ കൂടുമ്പോൾ മാൽദീവ്സ് മാത്രമല്ല, നമ്മുടെ കൊൽക്കത്ത, അതുപോലെ തന്നെ മുംബൈ, നമ്മുടെ കൊച്ചി, ഇങ്ങനെ കടലിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ ഭാഗങ്ങളിലുള്ള പല പല സ്ഥലങ്ങൾ, വലിയ വലിയ സിറ്റികൾ, വലിയ വലിയ രാജ്യങ്ങൾ, ഒരുപാട് ദ്വീപുകൾ, മാൽദീവ്സ് മാത്രമൊന്നുമല്ല, ഒരുപാട് ദ്വീപുകളുണ്ട്. ഇന്തോനേഷ്യ അടക്കമുള്ള ഒരുപാട് ദ്വീപുകളുണ്ട്. ലക്ഷദ്വീപ്, എന്താണ് ആൻഡമാൻ നിക്കോബാർ, ഇങ്ങനെയുള്ള ഒരുപാട് ദ്വീപ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് ദ്വീപുകൾ. ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന വെള്ളത്തിനടിയിലേക്കാവും. അപ്പോൾ എങ്ങനെയാണ് ഈ വെള്ളം കൂടുന്നത്? കടലിലെ വെള്ളം കൂടാനുള്ള കാരണം ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നതാണ്. ചൂട് കൂടുമ്പോൾ ഐസ് മെൽറ്റാവുന്നു. ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിൽ ഐസ് മെൽറ്റാവുന്നത് പറഞ്ഞു. ഈ ഹിമാലയത്തിൽ ഐസ് മെൽറ്റായിട്ട് അത് ഒഴുകിയെത്തുന്നത്, അത് വെള്ളമായിട്ട് ഒഴുകിയെത്തുന്നത് കടലിലേക്കാണ്. ഹിമാലയത്തിലെ മാത്രമല്ല, ഇതുപോലെ പല പല ഈ പറയുന്ന മഞ്ഞ് മൂടി കിടക്കുന്ന ഗ്ലേഷ്യേഴ്സുകളുണ്ട്. ഈ ഗ്ലേഷ്യേഴ്സൊക്കെ മെൽറ്റായിട്ട് ഈ കടലിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്, എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഇവർ കൂടിയിട്ടുള്ളത്. ഇങ്ങനെ മീറ്റിങ്ങുകൾ കൂടിയിട്ട് ഇവർ എന്ത് ചെയ്യാണ്? ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. കാര്യം, ഇത് ശ്രദ്ധിക്കണം, ഇത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജാണ് അവർ കൊടുത്തത്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻസ് ദ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ എലമെൻറ്റ്സ് ഓഫ് ക്ലൈമറ്റ്? നമ്മൾ ലോങ് ടേം ഷിഫ്റ്റാണ് അല്ലേ, ലോങ് ടേം ആയിട്ട് ഒരു ദീർഘകാലത്തേക്ക്, ഒരുപാട് വർഷത്തേക്കുള്ളൊരു മാറ്റമാണെന്ന് നമ്മൾ ഇതിനോടകം കണ്ടു. ഏതൊക്കെയാണ് ഈ ക്ലൈമറ്റിൻ്റെ ഈ വെതർ എലമെൻറ്റ്സ്? അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്സ്, precipitation and humidity are the elements of climate. ഇത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അറ്റ്മോസ്ഫിയറിലെ അല്ലെങ്കിൽ ഈ വെതർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ വെതർ എലമെൻറ്റ്സിലാണ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചേഞ്ചസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വെതർ എലമെൻറ്റ്സിൽ ദീർഘകാലത്തേക്ക്, ഒരുപാട് കൊല്ലത്തേക്ക് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടുന്നു, ഈ പറയുന്ന പ്രഷറിൽ വ്യത്യാസം വരുന്നു, വിൻഡിൽ വ്യത്യാസം വരും, വിൻഡിൻ്റെ ഡയറക്ഷനിലും വിൻഡിൻ്റെ സ്പീഡിലും ഒക്കെ വ്യത്യാസം വരുന്നു. പ്രസിപ്പിറ്റേഷൻ, ഈ പെയ്യുന്ന സ്നോഫോൾ ആയിക്കോട്ടെ, മഴ ആയിക്കോട്ടെ, റെയിൻഫോൾ ആയിക്കോട്ടെ, ഇതിലൊക്കെ മാറ്റം വരുന്നു. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് മൺസൂൺ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലം. ഇപ്പോൾ എത്ര ദിവസങ്ങളിൽ നമുക്ക് മഴ കിട്ടുന്നുണ്ട്? വളരെ കുറച്ച് ദിവസങ്ങളിലേ മഴ കിട്ടുന്നുള്ളൂ അല്ലേ. എല്ലാ ദിവസവും കിട്ടേണ്ട മഴ ഇപ്പോൾ നമുക്ക് തീരെ കിട്ടുന്നില്ല. ഇനി കിട്ടുന്ന മഴയാണെങ്കിലോ, 1-2 ദിവസം ശക്തമായ മഴ അല്ലേ, ഒരു ദിവസം പെയ്താൽ തന്നെ വെള്ളപ്പൊക്കമാകുന്ന സ്ഥിതി. ഇത് വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ പ്രസിപ്പിറ്റേഷനിൽ ഒരു ചേഞ്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. നമുക്ക് നോർമലി കിട്ടേണ്ട മഴയാണ് ഇപ്പോൾ കിട്ടേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്കത് ഡെയിലി കിട്ടുന്നില്ല, പകരം ചൂടാണ്. പക്ഷെ മഴ പെയ്യുമ്പോൾ 1-2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കമാകുന്ന തരത്തിൽ നിർത്താതെയുള്ള അതിതീവ്ര മഴയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്രാവശ്യം നല്ലവണ്ണം ചൂട് വന്നു. അവരൊക്കെ AC വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. AC ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക്. അവരുടെ നാട്ടിലൊക്കെ എപ്പോഴും തണുപ്പാണ്, പക്ഷേ യൂറോപ്പിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായ ചൂട്, നമ്മളേക്കാളും ചൂടിലേക്ക് എത്തി. ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ച്, ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റങ്ങളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വലിയ മാറ്റങ്ങൾ ഈ വെതർ എലമെൻറ്റ്സിൽ വരുന്നു. ഇതാണ് ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലൈമറ്റ് ചേഞ്ച് റിസൾട്ട്സ് ഫ്രം എ ഷിഫ്റ്റ് ഇൻ ക്വാണ്ടിറ്റി, ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആൻഡ് സീസണൽ പാറ്റേൺ ഓഫ് ദീസ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ എലമെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ, വിൻഡ്സ്, ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇങ്ങനെയുള്ള ഈ എലമെൻറ്റ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ അതെങ്ങനെയാണ്? അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവിൽ മാറ്റം വരിക. ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറച്ച് കിട്ടും, ചിലപ്പോൾ കിട്ടുമ്പോൾ ഒരുപാട് കിട്ടും. ഇങ്ങനെയുള്ള രൂപത്തിലേക്ക് മാറുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ അല്ലേ, അത് കിട്ടേണ്ട സമയം നമുക്കറിയാം. ഇന്നത് മുതൽ ഇന്ന മാസം വരെയാണ് മഴക്കാലം. പക്ഷെ അത് ആ പാറ്റേൺ മാറുകയാണ്, അതിൽ നിന്ന് ചേഞ്ച് വരികയാണ്. നമ്മൾ ജൂണിൽ നമ്മൾ മഴ എക്സ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷേ ജൂണിലല്ല പെയ്യുന്നത്, ഓഗസ്റ്റിലേക്കാണ് മഴ കിട്ടുന്നത്. അപ്പോൾ ഈ ചേഞ്ച് വന്നു, 2 മാസത്തിൻ്റെ ഒരു ചേഞ്ച് വന്നു. അപ്പോൾ ഇതെല്ലാ കാലവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിൽ മാറ്റം വരികയാണ്. അതിൻ്റെ സീസണൽ പാറ്റേൺ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പെയ്യുന്ന സമയം അല്ലെങ്കിൽ കിട്ടേണ്ട സമയത്തിൽ മാറ്റം വരികയാണ്, അത് കിട്ടുന്ന രീതിയിൽ മാറ്റം വരികയാണ് അല്ലേ, അതിന് കിട്ടുന്ന അളവിൽ മാറ്റം വരികയാണ്. ഇങ്ങനെ വലിയ ഷിഫ്റ്റുകൾ ഇതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മേ എഫക്റ്റ് എ സ്പെസിഫിക് റീജിയൻ ഓർ ദ ഹോൾ വേൾഡ്. ഇത് ഒരു പ്രത്യേക സ്ഥലത്തെ ബാധിക്കാം, മാത്രമല്ല ഒരു സ്പെസിഫിക് റീജിയനെ ബാധിക്കാം, മൊത്തം ലോകത്തെയും ബാധിക്കാം. എർത്ത്സ് ക്ലൈമറ്റ് ഹാസ് നോട്ട് ഓൾവേസ് ബീൻ ദ സെയിം. ക്ലൈമറ്റ് ഹാസ് അണ്ടർഗോൺ സൈക്ലിക് ചേഞ്ചസ് ത്രൂ ഔട്ട് ദ എർത്ത്സ് ഹിസ്റ്ററി. നമ്മുടെ ഭൂമിയുടെ ഒരു ക്ലൈമറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരുപോലെ അല്ലായിരുന്നു. ക്ലൈമറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്?
വലിയ മാറ്റങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് സൈക്ലിക് ചേഞ്ചസ് ആണ്. അതായത് ഒരു മാറ്റം വരും, പിന്നെ വേറൊരു മാറ്റം വരും, പിന്നെ വേറെ മാറ്റം വരും, പിന്നെ അതിപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വന്നു, പിന്നെ അടുത്തൊരു മാറ്റം വന്നു, പിന്നെ അടുത്തൊരു മാറ്റം വന്നു, പിന്നെ വീണ്ടും പഴയ മാറ്റത്തിലേക്ക്, ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഓരോ സൈക്കിളുകളായിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടത്. അപ്പോൾ ഭൂമിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രൂ ഔട്ട് ദ എർത്ത് ഹിസ്റ്ററി നമുക്ക് ഈ മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഐസ് ഏജസ് ആൻഡ് ഇന്റർഗ്ലേഷ്യൽ പീരീഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് എർത്ത്സ് നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച്. നമുക്കതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഭൂമി ഉണ്ടായ സമയത്ത് നമ്മൾ ഐസ് ഏജിലായിരുന്നു. അതായത് മൊത്തം ഐസ്, ഭൂമി മൊത്തം തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു ഗ്രഹമായിരുന്നു. ഭൂമി മുഴുവൻ ഐസ് കൊണ്ട് മൂടി കിടക്കുകയായിരുന്നു. അവിടെ മനുഷ്യരൊന്നുമില്ല. അപ്പോൾ മനുഷ്യരൊന്നും ഇല്ലാത്ത ഒരു ഏകദേശം ഐസ് മാത്രമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഏകദേശം ഭൂമി ഉണ്ടായി 1,00,000 വർഷം അങ്ങനെയായിരുന്നു. 1,00,000 വർഷം ഈ ഒരു ഐസ് ഏജിലായിരുന്നു നമ്മൾ. അന്ന് കടലിലെ വെള്ളം എന്നൊക്കെ പറയുന്നത് തീരെ ഉണ്ടായിരുന്നില്ല. കടലിലെ വെള്ളമൊക്കെ തീരെ കുറവായിരുന്നു. കാര്യം ഐസ് മെൽറ്റായാലാണ് കടലിലേക്ക് വെള്ളം എത്തുന്നത്. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ വെള്ളം അടക്കം ഐസായി കിടക്കുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു. അപ്പോൾ സീ ലെവൽ വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ മനുഷ്യർ പോലത്തെ ജീവജാലങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അതിൽ നിന്ന് എന്ത് ചെയ്തു, അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തി. ഇൻ്റർഗ്ലേഷ്യൽ പീരീഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തി. ഐസ് ഏജിൽ നിന്ന് മനുഷ്യർ, നമ്മുടെ എർത്ത് ഇൻ്റർഗ്ലേഷ്യൽ പീരീഡിലേക്ക് എത്തി. ഇൻ്റർഗ്ലേഷ്യൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐസൊക്കെ മെൽറ്റായി. അതൊരു ഏകദേശം ഒരു 30,000 വർഷം മുതൽ, ഒരു 10,000 വർഷം മുതൽ ഒരു 30,000 വർഷം മുമ്പ് നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് ഈ പറയുന്ന ഒരു ഇൻ്റർഗ്ലേഷ്യൽ പീരീഡ് ആയിരുന്നു എന്ന് പറയാം. അതായത് ഐസ് ഏജ് കഴിഞ്ഞിട്ട്, അതായത് കുറച്ചും കൂടെ ഐസ് ഉരുകാൻ തുടങ്ങി. അപ്പോൾ സീ ലെവലിലെ വെള്ളമൊക്കെ കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി. അപ്പോൾ അതനുസരിച്ചുള്ള ജീവികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായിരുന്നു, അപ്പോൾ അപ്പോഴും മനുഷ്യരില്ല കേട്ടോ. അപ്പോൾ പിന്നീടാണ് മനുഷ്യരുണ്ടായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഐസ് ഏജ്, ഇൻ്റർഗ്ലേഷ്യൽ പീരീഡ്, ഇങ്ങനെയുള്ള എർത്ത് സ്വാഭാവികമായിട്ട്, എർത്ത് നാച്ചുറലി പലതരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിലൂടെ കടന്നു പോയിട്ടുണ്ട്. എർത്ത് ഭൂമി ഇങ്ങനെ നമ്മൾ മനുഷ്യരൊന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നേച്ചുറലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഭൂമി ക്ലൈമറ്റ് ചേഞ്ചിലൂടെ പോയിട്ടുണ്ട്. എന്നാൽ along with the natural climate changes, human intervention also causes changes in the world climate. എന്നാൽ മനുഷ്യൻ്റെ വരവോട് കൂടിയിട്ട് മനുഷ്യൻ കൂടി ഇടപെടാൻ തുടങ്ങി ഈ ക്ലൈമറ്റ് ചേഞ്ചിനകത്ത്. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ക്ലൈമറ്റ് ചേഞ്ച് സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കും. ഭൂമിയുടെ ഒരു ലോ അതാണ്, എർത്തിൻ്റെ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. എർത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നാച്ചുറലി സംഭവിക്കും. അതൊരു സൈക്ലിക്കലായിട്ട് കൊല്ലങ്ങളെടുത്ത് മാറിക്കൊണ്ടേയിരിക്കും. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വന്ന് പിന്നെ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ പല ജീവികളിവിടെ ഉണ്ടായിപ്പോൾ. ഇപ്പോൾ ദിനോസറുകളുള്ള കാലത്ത് മനുഷ്യരില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ടൈപ്പ് സ്പീഷീസുകൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യനാണ്. പക്ഷേ ഇത് എർത്ത് നാച്ചുറലി ക്ലൈമറ്റിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അത് ഒരുപാട് സമയമെടുക്കും. മനുഷ്യർ മൊത്തം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുള്ള സമയത്തൊക്കെ ആയിരിക്കും അതിൻ്റെ ചേഞ്ച്. മനുഷ്യനുണ്ടാകുന്നതിന് മുന്നേ ഉണ്ടായ ചേഞ്ചാണ്. ഇനി അടുത്തത് മനുഷ്യൻ ഇല്ലാതായതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ ഭൂമിയിൽ ചേഞ്ചസുകൾ ഉണ്ടാവുക. അതൊക്കെ ഡിപ്പെൻസ് ഓൺ നേച്ചറാണ്. പക്ഷേ അതിൻ്റെ കൂടെ അലോങ് വിത്ത് നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച്, ഭൂമി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിൻ്റെ കൂടെ ആരും കൂടെ വരികയാണ്, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൂടി വരികയാണ്, മനുഷ്യൻ്റെ ഇടപെടൽ കൂടി വരികയാണ്. അപ്പോഴെന്താ സംഭവിക്കുക, ഇത് വേൾഡ് ക്ലൈമറ്റിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക്, മറ്റത് നാച്ചുറലി സ്ലോലി സംഭവിക്കുന്ന മാറ്റമായിരുന്നെങ്കിൽ ഈ മാറ്റത്തിനോടൊപ്പം നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ചേഞ്ചസിനോടൊപ്പം എന്തുകൂടി വരികയാണ്, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൂടി വരുമ്പോൾ റാപ്പിഡായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചാണ് സംഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് സ്പീഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചാണ് വരുന്നത്. ദെയർഫോർ ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ് ആസ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നാച്ചുറൽ എന്നും ആന്ത്രോപോജനിക് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ക്ലൈമറ്റിൽ ചേഞ്ച് ആവുക. എന്നാൽ ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആവുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡീഫോറസ്റ്റേഷൻ, അതായത് മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച്, മരങ്ങളെല്ലാം വെട്ടുന്നത് കൊണ്ട് ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആ ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടാക്കുന്നത് ആരാണ്, അത് ആന്ത്രോപോജനിക്കാണ്. ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം സംഭവിക്കുന്ന കാര്യമാണ് ആന്ത്രോപോജനിക്, മനുഷ്യൻ കാരണം. ഓയിൽ മൈനിങ്, ഓയിൽ കുഴിച്ചെടുക്കുന്നത് കൊണ്ട് ക്ലൈമറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഓയിൽ മൈനിങ് ആരാണ് നടത്തുന്നത്, പ്രകൃതിയാണ് നടത്തുന്നത്, അല്ല, അതും മനുഷ്യനാണ്, അതും ആന്ത്രോപോജനിക്കാണ്.
ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വലിയ വലിയ ഫാക്ടറികൾ, വലിയ വലിയ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാക്സിമം പ്രകൃതിയിലോട്ടേക്ക് എയർ പൊല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ റീസൺ വാട്ടർ പൊല്യൂഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഇതും മനുഷ്യൻ തന്നെയാണ്, ആന്ത്രോപോജനിക്കാണ്. എന്നാൽ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, അവിടെ ആ ഭാഗത്ത് മനുഷ്യന് പോയി നിൽക്കാനേ പറ്റില്ല, കിലോമീറ്ററുകളോളം പോയി നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനല്ല, നമ്മൾ പൂരത്തിന് വെടിക്കെട്ട് വെക്കുന്ന പോലെ അല്ലല്ലോ വോൾക്കാനിക് ഇറപ്ഷൻ. അത് എന്താണ്? നാച്ചുറൽ കോഴ്സാണ്, അത് നാച്ചുറൽ കോഴ്സാണ്. ഓഷ്യൻ കറൻസ്, കടലിലെ വെള്ളത്തിൻ്റെ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾ, അതാണ് ഓഷ്യൻ കറൻസ്. അത് എന്താണ്? അതും ആന്ത്രോപോജനിക് ആണോ? അല്ല, അതും പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നാച്ചുറൽ കോഴ്സസുകളൊന്നും ആന്ത്രോപോജനിക് കോഴ്സസുകളൊന്നും നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണങ്ങളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച് റിസൾട്ടിങ് ഫ്രം എൻഡോജനിക് എർത്ത് പ്രോസസ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ ഹ്യൂമൻ എഫേർട്സ്. മനുഷ്യൻ്റെ എഫേർട്ടുകൾ, മനുഷ്യന് എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് അത് സംഭവിക്കും. അത് എന്ത് ചെയ്യും? അത് മൊത്തത്തിൽ നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ, മൊത്തത്തിൽ എർത്തിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് നാച്ചുറലി സംഭവിക്കും. പക്ഷെ അത് ടൈം എടുക്കുന്ന ഒന്നാണ്. അത് ഇന്നോ നാളെയോ അല്ല, മനുഷ്യരുടെ ഒരു 100 തലമുറ കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ അതിലൊരു ചേഞ്ച് നമുക്ക് സംഭവിച്ച് വരുന്നുണ്ടായിരിക്കുക. അത് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട്സ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ് ഇൻ വേരിയസ് വേസ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നേച്ചറിനെയും മനുഷ്യൻ്റെ ജീവിതത്തെയും പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഓഫൻ അഗ്രവേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ മനുഷ്യൻ്റെ ഇടപെടലാണ് ശരിക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അതിൽ അഗ്രവേറ്റ് ചെയ്യുന്നത്, അതിനെ കൂട്ടുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് സ്വാഭാവികമായിട്ട് നടക്കുന്ന അവിടെ നടന്നോട്ടെ, അത് ടൈം എടുത്ത് നടക്കുന്ന പ്രോസസ്സാണ്, അതിൽ മനുഷ്യൻ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്നാൽ മനുഷ്യൻ്റെ ഇടപെടൽ വരുമ്പോൾ എന്താണ്? ഈ ക്ലൈമറ്റ് ചേഞ്ച് അഗ്രവേറ്റ് ചെയ്യണം, അത് സ്പീഡായി മാറുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഡസ് നോട്ട് അഫക്ട് ജസ്റ്റ് വൺ റീജിയൻ അലോൺ, ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് മൾട്ടി ഫേസറ്റഡ് ഇംപ്ലിക്കേഷൻ ഗ്ലോബലി. അത് മനുഷ്യൻ്റെ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഡസ് നോട്ട് അഫക്ട് ജസ്റ്റ് വൺ റീജൻ, ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇറ്റ് ക്രിയേറ്റ്സ് മൾട്ടി ഫേസറ്റഡ് ഇംപ്ലിക്കേഷൻ ഗ്ലോബലി. അത് പല പല മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലോകത്തെ മുഴുവനായിട്ട്, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പല രീതിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? പല രൂപത്തിൽ അത് നമ്മുടെ ഗ്ലോബലിനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പം അതെങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പല പല റിപ്പോർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. എന്നാൽ പല പല കമ്മിറ്റികൾ, പല പല ഓർഗനൈസേഷനുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. ആവറേജ് സീ ലെവൽ റൈസ് ഓവർ 10 to 20 millimeter per year. ഇത് IPCC എന്ന് പറയുന്ന ഒരു സംഘടന 2023 കൊടുത്ത റിപ്പോർട്ടാണ്. അവർ പറയുന്നത് ലോകത്തുള്ള കടലിലെ വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? 10 to 20 millimeter, ഓരോ കൊല്ലവും 10 മുതൽ 20 millimeter വെച്ചിട്ട് കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആവറേജ് സീ ലെവൽ, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ലതിനല്ല. The polar ice caps, which had an area of 7.5 million square kilometers in 1978, has shrunk to 3.7 million square kilometers by 2019. അതായത് 1978 നമ്മുടെ പോളാർ ഏരിയ എടുക്കുകയാണ്, ആർട്ടിക് അന്റാർട്ടിക് ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ 7.5 million square kilometer ഐസ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 40 കൊല്ലത്തിന് ശേഷം, വെറും 40 കൊല്ലം, 2019 നമ്മൾ അത് നോക്കുമ്പോൾ അത് 3.74 million square kilometers ആയിട്ട് അത് ഷ്രങ്ക് ചെയ്തിരിക്കുന്നു, അത് ചുരുങ്ങിയിരിക്കുന്നു. വിച്ച് മീൻസ് അത് നാസയുടെ റിപ്പോർട്ടാണ് കേട്ടോ. നാസ 2020 കൊടുത്ത റിപ്പോർട്ടാണ്. ഇതിനകത്ത് പറയുന്നത് വെറും 40 കൊല്ലം കൊണ്ട് പകുതിയിലധികം ഐസ് ഉരുകി തീർന്നു. അപ്പോൾ ഇനി അടുത്തൊരു 20 കൊല്ലം കൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പല രാജ്യങ്ങളും ഇനി എന്താണ് വെള്ളത്തിനടിയിലാവും. കാര്യം പോളാർ ഏരിയയിൽ ഐസ് അത്രത്തോളം ഉരുകി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഡേഞ്ചർ സോണിലാണത്. അടുത്തത്, എബൌട്ട് 135 million പീപ്പിൾ ആർ അറ്റ് റിസ്ക് ഓഫ് ബീങ് ഡിസ്പ്ലേസ്ഡ് ബൈ ഡെസർട്ടിഫിക്കേഷൻ. അതായത് ഏകദേശം 135 മില്യൺ ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ ഡെസർട്ടിഫിക്കേഷൻ കാരണം, ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിവൽക്കരിക്കുക, അതായത് വെള്ളം കിട്ടാതെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? വെള്ളം ഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല, വരൾച്ച, ഡ്രോട്ട് വന്നിട്ട് അവിടെ തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഏകദേശം ഇത്രയും ആളുകൾ, 135 മില്യൺ ആൾക്കാർ എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേസ്ഡായി. അവരെ നാട് ഉപേക്ഷിച്ച് അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. ഇത്
UN കൺവെൻഷൻ ടു കോമ്പാറ്റ് ഡെസിറ്റിഫിക്കേഷൻ, അതായത് മരുഭൂമിവൽക്കരണം തടയാൻ വേണ്ടിയിട്ടുള്ള UN കൺവെൻഷനിൽ പറഞ്ഞ റിപ്പോർട്ടാണ്. ഇനി IPCC ക്ലൈമറ്റ് ചേഞ്ച് 2023 റിപ്പോർട്ട് എന്താണ് പറയുന്നത്? ഗ്ലോബൽ സർഫേസ് ടെമ്പറേച്ചർ ഇൻ 2020 showed a rise of 1.1 degrees Celsius compared to that in 1850 1900. അതായത് 1850-നും 1900-നും ഇടയിലുള്ള ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ 2011-2020 ടെമ്പറേച്ചർ, ഗ്ലോബൽ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ, ഭൂമിയിലുള്ള സർഫേസ് ടെമ്പറേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 1.1 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. ഇറ്റ്സ് ഡേഞ്ചറസ്. അത്രയൊന്നും കൂടാൻ പാടില്ല. അപ്പോൾ എത്രയോ ജീവികൾ ഇല്ലാതായിട്ടുണ്ടായിരിക്കും. ദ സ്റ്റഡി ഈസ് ഡ്യൂറിങ് 1985-2019 reveals that the nature of monsoon rain has been shifted from the rains lasted for a few months to torrential rain lasting for a few days. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം 1985-2019 ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ, മൺസൂണിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ, മൺസൂൺ റെയിൻ, നമ്മളുടെയൊക്കെ മഴയുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഫ്രം ദ റെയിൻസ് ലാസ്റ്റഡ് ഫോർ എ ഫ്യൂ മന്ത്സ് ടു ടൊറൻഷ്യൽ റെയിൻ. അതായത് ഒരു കുറച്ച് മാസങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ എല്ലാ ഡെയിലിയും നമുക്ക് മഴ കിട്ടുന്നത് മാറിയിട്ട് അപ്പോൾ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. പകരം എന്താണ്? ടൊറൻഷ്യൽ റെയിൻ, അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന, കുറേ മാസങ്ങൾ നമുക്ക് കിട്ടിയിരുന്ന മഴ അത് ഡെയിലി കുറച്ചായിട്ട് നല്ല നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ റെയിൻഫോൾ കിട്ടിയിരുന്നത് ചേഞ്ച് ചെയ്തിട്ട് ടൊറൻഷ്യൽ റെയിനായി മാറിയിട്ടുണ്ട്. അതായത് അതിതീവ്ര മഴയായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വെള്ളപ്പൊക്കങ്ങൾ സ്ഥിരമായിട്ട്, പണ്ട് ഇത്രത്തോളം മാസങ്ങൾ പെയ്താലും ഫ്ലഡിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വിത്തിൻ ഡേയ്സ്, 1 or 2 days ഈ ടൊറൻഷ്യൽ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന മഴ മാസങ്ങളുടെ അത്രയും കിട്ടുന്നതിന് ഈക്വലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളപ്പൊക്കത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഒറ്റ ക്ലാസ്സിൽ തീർക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് വാസ്റ്റ് സബ്ജക്റ്റ്. നിങ്ങൾക്ക് ഒരു ജനറൽ പോയിൻറ്റുകളായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷേ അതിൽ നിന്ന് നമുക്ക് പോയിൻറ്റ് വൈസ് ആയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ, ഒരു ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ബോക്സ് നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ആ 2 കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. അതൊരു ചെറിയൊരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്.